This morning the Lord told me ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം, that He will do justice for you. ഇന്ന് നീതി ഇവിടെ പ്രവർത്തിക്കുമെന്ന്. God is a God of justice. ദൈവം നീതിയുടെ ദൈവമാ. God is a God of justice. ദൈവം നീതിയുടെ ദൈവമാ. Yes, the Bible says in Isaiah 30 and verse 18. വചനത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, The Lord longs to be gracious to you. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ നിങ്ങളുടെ കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാൻ ഉയർന്നിരിക്കുന്നു. Therefore he will rise up to show you compassion. ആമേൻ. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കത്തക്കവൻ ഉയർന്നിരിക്കുന്നു. For the Lord is a God of justice. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. God is a God of justice. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. Will you all say God is a God of justice? എല്ലാവരും ചേർന്ന് പറയോ, യഹോവ ന്യായത്തിന്റെ ദൈവമാണ്. Amen. ആമേൻ. Say he will do justice for me. ആമേൻ. അവൻ എനിക്കായിട്ട് ന്യായം പാലിക്കും. Blessed are all who wait for him. ആമേൻ. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. God will do justice. കാത്തിരിക്കുന്നവർക്കായി അവൻ ന്യായം പാലിക്കും. Are you waiting and waiting and waiting for God's justice? ദൈവത്തിന്റെ ന്യായ വിധിക്കായി നിങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥകളാണോ? Today the justice of the Lord will come for you. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായം കടന്നു വരികയാ. God will do justice for you as you are waiting for him to answer. നിങ്ങൾ ദൈവത്തിന്റെ ന്യായപാലനത്തിനായി കാത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ന്യായം കടന്നു വരുന്നു. Let not your heart be troubled. ദൈവത്തിന്റെ ന്യായം കടന്നു വരുമ്പോൾ അവിടെ പിന്നെ കഷ്ടതയില്ല. Why will Jesus do justice for you? യേശു എന്തുകൊണ്ട് നിങ്ങൾക്ക് ന്യായം പാലിച്ചു തരും? It's because he went through injustice. കാരണം യേശു അന്യായത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. Look at him in the garden of Gethsemane. ഗെത്സമനി തോട്ടത്തിലെ അവസ്ഥയൊന്ന് നമുക്ക് നോക്കാം. Just before that he had washed the feet of his disciples. അതിന് തൊട്ട് മുമ്പ് പോലും യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം പോലും കഴുകിയതാ. He gave his body as a symbol to be broken for them. തന്റെ ശരീരം തന്നെ അവർക്ക് വേണ്ടിയിട്ട് നുറുക്കപ്പെടുവാൻ ഒരു സിംബലായി നൽകുവാനിടയായി തീർന്നു. But then എന്നിട്ടും after having all this, ഇതെല്ലാം ചെയ്തിട്ടും his disciple Judas comes to betray him. തന്റെ ശിഷ്യനായ യൂദാസ് തന്നെ അവഗണിച്ചു, തന്നെ പറ്റിക്കുവാനിടയായി തീർന്നു. He washed his feet. യേശു യൂദാസിന്റെയും കാല് കഴുകിയതാ. Jesus even gave his body to be broken for him. യേശുവിന്റെ ശരീരം പോലെ അവന് വേണ്ടി നുറുക്കി. But yet he comes to betray him. എന്നിട്ടും യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. Betray him to be handed over into the hands of the enemy. ശത്രുവിന്റെ കരങ്ങളിലേക്ക് യേശുവിനെ കൊടുക്കാൻ തക്കവണ്ണം അവൻ ഒറ്റിക്കൊടുക്കുവാനിടയായി. Injustice. അന്യായം. Even today, ഇന്നും you may have helped so many people. ഒരുപക്ഷേ പലരുടെയും ജീവിതത്തില്, in your job, നിങ്ങളുടെ ജോലി in സ്ഥലത്തില്, your family, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, with the love of Jesus you would have loved them. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചു കാണാം. But they would have betrayed you. എന്നിട്ടും അവർ നിങ്ങളെ ഒറ്റിക്കൊടുത്ത അവസ്ഥകളായിരിക്കാം. You would have gone through injustice. നിങ്ങളും അന്യായത്തിന്റെ നടുവിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളായിരിക്കാം. Jesus knows. യേശു അത് വ്യക്തമായി Jesus മനസ്സിലാക്കുന്നു. has gone through it. യേശു അത് മാറ്റുവാൻ ഇന്ന് ഇവിടെ He വന്നിട്ടുണ്ട്. will come and do justice for you. അവൻ നിങ്ങൾക്കായി ന്യായം പാലിക്കുന്ന ദിവസമായി ഇന്ന്. Before your betrayers he will do justice for you. നിങ്ങളെ ഒറ്റിക്കൊടുത്തവരുടെ മുൻപിൽ അവൻ നിനക്കായി ന്യായം പാലിക്കുന്നവൻ അത്രേ. After that, അതിനുശേഷം Jesus was taken as a prisoner to the high priest. യേശുവിനെ ഒരു ജയിൽ പുള്ളിയെ പോലെ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. People who knew the scriptures. അവരെ എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിക്കുന്നവരാ. Yes, people who were interpreting the scriptures. വചനത്തെ വ്യാഖ്യാനിക്കുന്നവരാ. They were supposed to bring righteousness to the people. അവർ ജനത്തിനു വേണ്ടി നീതി പാലിച്ചു കൊടുക്കേണ്ടുന്നവരായിരുന്നു. But they raised false accusation against Jesus. എന്നിട്ടും അവർ യേശുവിനെതിരായി തെറ്റായ പ്രചരണങ്ങൾ നടത്തി. False accusation. തെറ്റായ പ്രചരണങ്ങൾ. They did not follow the truth which they were preaching. അവര് പ്രസംഗിച്ചുകൊണ്ടുന്ന സത്യത്തിന് അവർ സ്ഥാനം കൊടുത്തില്ല. But they brought false accusation. യേശുവിന്റെ മേൽ തെറ്റായ കാര്യങ്ങൾ ചുമത്തി. And they called the people to
crucify him. എന്നിട്ട് ജനത്തെ അവർ പ്രേരിപ്പിച്ചു ഇവനെ ക്രൂശിക്കണമെന്ന്. Even today, my friends, ഇന്നും എൻ്റെ ദൈവമക്കളെ, even people who know the scriptures, വചനം അറിയാന്നുള്ളവർ പോലും they may have done injustice to you. നമുക്കെതിരായിട്ട് അന്യായമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. People whom you trusted because they carry the word of God, നാം വിശ്വസിച്ചു ഇവർ വചനം പ്രസംഗിക്കുന്നവരല്ലേ, എന്നിട്ടും നമ്മളെ അവർ ചതിച്ച they may have അവസ്ഥ. done injustice for you. നിങ്ങളുടെ ജീവിതത്തിൽ അവർ അന്യായമായി ഇത് ചുമത്തി കാണാം. Jesus knows. യേശു അത് വ്യക്തമായി അറിയുന്നു. Jesus will come to do justice for you. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷയങ്ങളിൽ മേൽ ന്യായം പാലിക്കാൻ കടന്നു വരുന്നു. Before those people, he will do justice for you. ആമേൻ. അവർ നിങ്ങൾക്കായി ന്യായം പാലിക്കുന്നതിന് മുൻപ് Then the disciple Peter, എന്നിട്ട് അതിനുശേഷം വീണ്ടും ആമേൻ പത്രോസ്. Peter, who was the inner circle of Jesus, പത്രോസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഏറ്റവും അടുത്തുള്ളവനായിരുന്നു. always he was with Jesus, seeing the miracles, the transfiguration of Jesus. അവൻ എപ്പോഴും യേശുവിന്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു അവൻ രൂപം മാറുന്നത് ഇതൊക്കെ കണ്ടതാ. The man who got miracles from Jesus, ഒത്തിരി അത്ഭുതങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിച്ചവൻ. when he could not catch any fish, അവൻ ഒരു മീന് പോലും കിട്ടാതിരുന്ന സമയത്തിലും Jesus did a miracle for him and gave him 2 boats of fish. യേശു അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയും 2 വള്ളങ്ങൾ നിറയെ മത്സ്യങ്ങൾ നൽകി. But that man എന്നിട്ടും അവൻ പോലും who said, I will not deny you, I will even die for you, Jesus, ഞാൻ അങ്ങയെ തള്ളി പറയത്തില്ല, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞവൻ the പോലും same man denied knowing Jesus. അതേ മനുഷ്യൻ പറഞ്ഞു എനിക്ക് യേശുവിനെ അറിയത്തില്ല എന്ന്. And he cursed. എന്നിട്ട് യേശുവിനെ അവൻ മോശമായി സംസാരിച്ചു. Yes, he said, I don't know this man. എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല എന്ന് അവൻ പറഞ്ഞു. Don't trouble me. എന്നെ ശല്യപ്പെടുത്തരുത്. I don't know Jesus. എനിക്ക് യേശുവിനെ അറിയത്തില്ല. Injustice, അന്യായം even in your life, നിങ്ങളുടെ ജീവിതത്തില് people who have received miracles through you, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ പ്രാപിച്ചവർ പോലും, people who were with you always, നിങ്ങളുടെ കൂടെ നടന്നവർ പോലും, people whom you trusted, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ people പോലും, who saw the miracles through you, നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചവരും കണ്ടവർ പോലും, they would have betrayed you. അവർ നിങ്ങളെ ഒറ്റക്കൊടുത്തു They would കാണാം. have denied you. അവർ നിങ്ങളെ ചതിച്ചു They കാണാം. would have cursed your name. അവർ നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളെ പറ്റി മോശമായി Your സംസാരിച്ചു heart may കാണാം. be broken. നിങ്ങളുടെ ഹൃദയം ഇന്ന് തകർന്ന അവസ്ഥയിലായിരിക്കാം. But Jesus will come today. പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു He വരും. has gone through that same agony. ഇതേ അവസ്ഥയിൽ യേശുവും കടന്നുപോയതാ. And he will say, I will be your elder brother. യേശു പറയുന്നു ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി കൂടെ നിൽക്കും. I will help you ഞാൻ നിന്നെ സഹായിക്കും. in that injustice. അനീതിയെ മാറ്റി ന്യായത്തിനു The വേണ്ടി. Bible says a friend loves at all times, വചനം പറയുന്ന ഒരു കൂട്ടുകാരൻ എപ്പോഴും സ്നേഹിക്കുന്നു. but the brother is born for times of adversity. പക്ഷേ ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ആവശ്യഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു Your വ്യക്തിയുടെ brother may സഹോദരൻ. have failed you. സഹോദരൻ കൈവിടത്തില്ല. Your friends would have failed you. നിന്റെ കൂട്ടുകാരൻ നിന്നെ കൈവിട്ട് കാണാം. The people in the ministry would have betrayed you or denied knowing you. ശുശ്രൂഷ ചെയ്യുന്നവർ പോലും നിന്നെ അവഗണിച്ചു കാണാം. But Jesus will come to you. പക്ഷെ യേശു നിന്നെ അവഗണിക്കത്തില്ല. He will do justice. യേശു നിനക്ക് വേണ്ടി He ന്യായം will say, പാലിച്ചു. I will be your friend. ഞാൻ നിന്റെ കൂട്ടുകാരനായിരിക്കും. Jesus called his disciples as his friends. യേശു തന്റെ ശിഷ്യന്മാർക്ക് ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു. He said, I am your brother. ഞാൻ നിന്റെ സഹോദരനാണ് യേശു പറഞ്ഞു. I am your elder brother. ഞാൻ നിന്റെ ജ്യേഷ്ഠ സഹോദരനാ. Today he will come and do justice and help ഇന്ന് you. ആ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് വേണ്ടി ന്യായം പാലിക്കുന്ന ദിവസമാണ്. Let not your heart be troubled. ആമേൻ. ഹൃദയം കലങ്ങി പോകരുതേ. And the next step was Pilate. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പീലാത്തോസിന്റെ അടുക്കലായിരുന്നു. Jesus stood before Pilate. യേശു പീലാത്തോസിന്റെ മുന്നിൽ നിന്നു. Pilate said, I don't find any fault in this man. പീലാത്തോസ് പറഞ്ഞു ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. He is a righteous man. ഇവനൊരു നീതിയുള്ള ഒരു His മനുഷ്യനാണ്. wife said, he is a righteous man. അവന്റെ ഭാര്യയും പറഞ്ഞു ഇവനൊരു നീതിമാനാ. But Pilate gave him to be crucified just to please the people. പക്ഷേ പീലാത്തോസിന് പോലും ജനത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. He gave a judgment which was injustice. പീലാത്തോസ് ഒരു വിധിയെ അവിടെ പറഞ്ഞു. പക്ഷേ അതുപോലും അന്യായത്തിന്റെ പുറത്തായിരുന്നു. Injustice. അന്യായത്തിന്റെ വിധി. Injustice. അന്യായം. For the sake of Jesus Christ,
People who would have done injustice for you in your job. ആമേൻ. യേശു ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് നിനക്ക് വേണ്ടി അന്യായം ചിലർ പ്രവർത്തിച്ചോ? Yes, they would have done injustice in your school. നിന്റെ ജോബില്, നിന്റെ സ്കൂളില്, നിന്റെ വിദ്യാഭ്യാസത്തിൽ അവർ നിനക്കായി അനീതി They പ്രവർത്തിച്ചു. would have done injustice in the powers of authority. നിന്റേതായിട്ട് അവരുടെ അധികാരം വെച്ചിട്ട് നിനക്കെതിരെ അന്യായം പ്രവർത്തിച്ച അവസ്ഥകൾ. Just because you carry the name of Christ. നീ യേശുവിന്റെ നാമം പറയുന്നത് കൊണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്. Jesus knows that burden. അവൻ യേശു ഈ നീ ചുമക്കുന്ന ഭാരം Jesus മനസ്സിലാക്കുന്നു. knows that agony. യേശു നിന്റെ വിഷമങ്ങളെ മനസ്സിലാക്കുന്നു. He will come to you. യേശു നിന്റെ അടുക്കിലേക്ക് കടന്നു വരും. He will say, even if the authorities have done injustice, I will do justice for you. അധികാരികൾ നിനക്കെതിരെ അന്യായം പ്രവർത്തിച്ചാൽ യേശു ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ന്യായം പാലിക്കും. God's justice will come to you. ദൈവത്തിന്റെ ന്യായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. If you believe it, shout a big hallelujah to Jesus. നീ വചനത്തിൽ ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തേ ശക്തിയോടെ. Authorities may have failed you. അധികാരികൾ നിന്നെ കൈവിട്ട് കാണാം. People may have failed you. ജനങ്ങൾ നിന്നെ കൈവിട്ട് കാണാം. They would have done injustice for you. അവരെല്ലാം നിന്റെ ജീവിതത്തിൽ അനീതിയായിരിക്കാം But പ്രവർത്തിച്ചത്. Jesus will do justice for പക്ഷേ you. യേശു ഇന്ന് പകൽക്കാലം നിനക്കായി നീതി പ്രവർത്തിക്കുന്നു. That's why he went through all this suffering. അതുകൊണ്ട് അത്ര യേശു എല്ലാ കഷ്ടപ്പാടിലൂടെയും And he കടന്നുപോയി. was taken to the cross. യേശുവിനെ ക്രൂശിൽ വരെ കൊണ്ടുപോയി. Given the most cruel judgment ഏറ്റവും ക്രൂരമായ ഒരു വിധി വരെ യേശു which he did ചുമക്കേണ്ടി not വന്നു. deserve. യേശു അത് ഒരിക്കലും അവൻ അർഹിക്കുന്നവനല്ലായിരുന്നു. Today you also may be crucified. നിങ്ങൾ ഒരുപക്ഷെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം. The worst judgment, ഏറ്റവും മോശമായ വിധത്തിലൂടെ നിങ്ങൾ even കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. though you do not deserve it. നിങ്ങൾ ഇത് അർഹിക്കുന്നില്ല. Jesus knows. യേശു അത് മനസ്സിലാക്കുന്നു. He was also on the cross. യേശു ഇതുപോലെ ഒരു തെറ്റും ചെയ്യാതെ He ക്രൂശിൽ was put കടന്നതാണ്. with the thieves, യേശുവിനെ കള്ളന്മാരുടെ ഇടയിൽ കിടത്തി. wicked people. മോശപ്പെട്ട ജനത്തിന്റെ ഇടയിൽ. Your name may be put along with the wicked and the evil people. നിങ്ങളുടെ പേര് ഒരുപക്ഷെ മോശപ്പെട്ട ജനത്തിന്റെ പേരിന്റെ പട്ടികയിൽ നിങ്ങളുടെ പേരും ഇന്ന് ജനങ്ങൾ എഴുതി പിടിപ്പിച്ചു കാണാം. Even though you have been righteous, നിങ്ങൾ നല്ലത് ചെയ്തിട്ട് പോലും അത്തരത്തിലുള്ള even though you have അവസ്ഥയായിരിക്കാം. lived righteously, നിങ്ങൾ എപ്പോഴും നീതി പ്രവർത്തിച്ചിട്ട് പോലും ഇത് സംഭവിച്ചു it is a കാണാം. miserable thing for your name to be spoiled. നമ്മുടെ പേര് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. Injustice. അനീതി. Jesus went through that. യേശു അതിലൂടെ കടന്നുപോയി. He will come to help you today. യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാൻ കടന്നു He will വരുന്നു. do justice for you. നിനക്കായി ന്യായം പാലിക്കാൻ അവൻ കടന്നു വരുന്നു. He will give you a great name. അവൻ നിന്റെ പേരിനെ അവൻ വലുതാക്കും. As Jesus went through this injustice യേശുവും ഈ അനീതിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. in the garden of Gethsemane, ഗത്ശമന തോട്ടത്തിൽ he പോയി prayed, അവൻ പ്രാർത്ഥിച്ചു, Lord, let thy will be done. നിന്റെ ഹിതം മാത്രം നടക്കട്ടെ. I'm going to go through injustice after injustice after injustice, എന്റെ ജീവിതത്തിൽ അനീതിയിലൂടെ ഞാൻ കടന്നു പോകാൻ പോവുകയാ. but let thy will be done. എന്നാലും അങ്ങയുടെ ഹിതം എന്താണോ അത് I നടക്കട്ടെ. surrender to you. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ I സമർപ്പിക്കുന്നു. surrender to you. എന്നെ സമർപ്പിക്കുന്നു. Even today, my friends, ഇന്നും എന്റെ ദൈവമക്കളെ, as you surrender to Jesus, നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ തന്നെ സമർപ്പിച്ചു through കൊടുക്കുമ്പോൾ all the injustice, എല്ലാ അനീതിയും the Lord will come. യേശു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട്, And just like the Holy Spirit resurrected Jesus from the dead പരിശുദ്ധാത്മാവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് പോലെ തന്നെ and gave him a name above every name, അവൻ യേശുവിന് എല്ലാ നാമത്തിലും മേലായ നാമം തന്നതുപോലെ തന്നെ today at the name of Jesus every knee bows ഇന്ന് യേശുവെന്ന നാമത്തിന് മുമ്പിൽ എല്ലാ നാമങ്ങളും മുഴങ്കാൽ മടക്കുന്നു. and every power of the world bows. എല്ലാ ലോകത്തിന്റെ ശക്തികളും യേശുവിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്നു. In the same way, God will give you a great name. ഇതേ തരത്തിൽ നിന്റെ പേരിനെയും ദൈവം ഉയർത്താൻ പോവുകയാണ്. In the same place where you have gone through shame, നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ നിന്റെ പേര് God will give you praise and honor. ദൈവം നിന്റെ മേൽ അവൻ മാന്യതയുടെ കിരീടം ധരിപ്പിക്കാൻ പോവുകയാണ്. Praise and honor. നിന്റെ മേൽ ദൈവം മാന്യതയെ ധരിപ്പിക്കാൻ പോകുന്നു. Zephaniah 3:17 and 19. അവൻ സെബദിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത് പോലെ, In the same place where you went through shame, നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് God will give you praise and honor. അവിടെ നിനക്ക് അവൻ ഒരു മാന്യതയെ നൽകും. Do you believe that?
നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? God will do justice. ദൈവം നിങ്ങൾക്കായി ന്യായം പാലിക്കും. And He will give you praise and honor. ആമേൻ. ദൈവം നിങ്ങൾക്ക് പുകഴ്ചയും മാന്യതയും നൽകും. Will you all say praise and honor? എല്ലാവരും ഒന്ന് വായിക്കൊണ്ട് പറഞ്ഞാട്ടെ, പുകഴ്ചയും മാന്യതയും It's coming to me. എന്റെ മേൽ കടന്നു വരികയാണ്. I can't hear it. Would you say it again in Malayalam? വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, പുകഴ്ചയും മാന്യതയും എന്റെ ജീവിതത്തിന്റെ മേൽ ഇതാ കടന്നു വരികയാണ്. Thank you, Jesus. നന്ദി കർത്താവേ. He will honor you. ദൈവം നിങ്ങളെ മാനിക്കും. Today the Lord told me He will do justice for you. ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ന്യായം പാലിക്കും. For all the suffering you have gone through, നിങ്ങൾ അനുഭവിച്ച കഷ്ടതയ്ക്ക് മറുപടിയായി He will do justice. യേശു നിങ്ങൾക്ക് ന്യായം പാലിച്ചു തരും. He will lift up your name. യേശു നിങ്ങളുടെ പേരിനെ വലുതാക്കും. He will lift up your life. യേശു നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തും. And everybody will see Jesus in you. ആമേൻ. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ പലരും കാണാൻ തുടങ്ങും. Everybody will see the great King of Kings, Jesus, in you. നിങ്ങളെ നോക്കുമ്പോൾ ജനങ്ങൾ രാജാവിന്റെ രാജാവായ യേശുവിനെ കാണാൻ തുടങ്ങിയിടയാകും. Because of Jesus in you, every knee shall bow before you. കാരണം യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മുടങ്കാൽ മടങ്ങിയേ മതിയാകത്തുള്ളൂ. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ. The one who has called you is faithful. ആമേൻ. വിശ്വസ്തനേ എന്ന് വിളിച്ച ദൈവം He will never forsake you. നിങ്ങളെ കൈവിടത്തില്ല. He will never forsake you. നിങ്ങളെ കൈവിടത്തില്ലാന്നേ. Do you believe it? നിങ്ങൾ വിശ്വസിക്കുന്നോ? If you believe, will you raise your hands and shout a big hallelujah to Jesus? വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? Hallelujah. ഹല്ലേലൂയ. Praise God. ദൈവത്തിന് മഹത്വം. For whom does God do justice? ദൈവം ആർക്കൊക്കെ വേണ്ടി ന്യായം പാലിക്കുന്നു? He does justice for the saints of God. അത് ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് അവൻ ന്യായം പാലിക്കുന്നേ. Psalm 37 and verse 28. സങ്കീർത്തനങ്ങൾ 37:20 നോക്കുമ്പോൾ, For the Lord loves justice. ദൈവം ന്യായത്തെ ഇഷ്ടപ്പെടുന്നു. He will not forsake His saints. ദൈവം തന്റെ വിശുദ്ധന്മാരെ കൈവിടത്തില്ല. Amen. ആമേൻ. God will not forsake you because you have been walking saintly before the Lord. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാ. Whatever may have happened, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ, you have always said, Lord, I will trust you. നീ അവിടെയൊക്കെ പറഞ്ഞു, ഞാൻ യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. Lord, I will follow you. നീ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പറഞ്ഞു, ഞാൻ അങ്ങേ പിൻഗമിക്കാം. Lord, let thy will be done. നിന്റെ ഹിതം മാത്രം നടക്കേണ്ടെന്ന് പറഞ്ഞവരാ I will നിങ്ങൾ. never deny you, Lord. ഞാൻ അങ്ങേ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞവരാ നിങ്ങൾ. God says, you are my saint. ആകയാൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ വിശുദ്ധന്മാരാ. You have trusted me, my child. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. I will do justice for you. ആകയാൽ ഞാൻ നിങ്ങൾക്കായി ന്യായം പാലിക്കും. I will do justice for ഞാൻ you. നിങ്ങൾക്കായി ന്യായം പാലിക്കും. What is the blessing He gives His saints? ആമേൻ. ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് നൽകുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ? In Jeremiah 17:7 and 8. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കുമ്പോൾ, Blessed is the man or the woman who trusts in the Lord. ആമേൻ. കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് ആമേൻ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നു. Whose confidence is in God. ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ. At all times when we put our confidence in God, നമ്മുടേതായിട്ടുള്ള ആശ്രയം നാം ദൈവത്തിൽ എവിടെയൊക്കെ വെക്കുന്നു, and as we trust Him, നമ്മൾ യേശുവിൽ എവിടെയൊക്കെ വിശ്വസിക്കുന്നു, saying all things will work unto good. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന്. Because you have loved Him at all times. കാരണം നിങ്ങൾ ദൈവത്തെ എല്ലാ സാഹചര്യത്തിലും സ്നേഹിച്ചു. You have faithfully served the Lord at all times. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ ദൈവത്തെ സേവിച്ചു. Whether you went through justice or injustice, you have put your confidence in Jesus. നിങ്ങളുടെ ജീവിതത്തിൽ അന്യായം അനീതിയും ഒക്കെ അനുഭവിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ചു. Such a person, God says, he will have justice as a saint of God. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? വചനം പറയുന്നു, നിങ്ങൾക്കത്രേ ന്യായത്തെ അവകാശമായി ദൈവം അയച്ചു തന്നിരിക്കുന്നത്. What is the justice? എന്താണ് ന്യായം? Jeremiah 17 and verse 8. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, You will be like a tree planted by the water.
വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകും നിങ്ങൾ. Always God's living waters will be flowing into you and your family. ഓ, എല്ലാ നാളിലും ജീവജല നദിയാകുന്ന ദൈവത്തിന്റെ നദി നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. The world and the wicked devil may be bringing death through different ways. ലോകത്തിന്റെ അധിപനും പിശാചും പറയും മരണം മരണം മരണം, നീ ജീവിക്കത്തില്ല എന്ന്. The people of the world may be bringing injustice to you. ലോകത്തിന്റെ ജനങ്ങൾ ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ അനീതിയായിരിക്കാം But വിതച്ചുകൊണ്ടിരിക്കുന്നത്. God will be sending his life-giving water into you through the Holy Spirit. പക്ഷെ വചനം പറയുന്നു, ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ ജീവൻ പകരുന്ന നദിയെ നിന്റെ മേലേക്ക് അയക്കുമെന്നത്രേ. This is God's justice for you. ഇതത്രേ നിനക്കായുള്ള ദൈവത്തിന്റെ ന്യായം. And when the heat comes, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ, no, when the heat of the world comes, ആമേൻ, ആമേൻ, ലോകത്തിൻ്റെതായിട്ടുള്ള ചൂടേറിയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, your leaves will be always green. ആമേൻ, നിന്റെ വൃക്ഷത്തിന്റെ ആമേൻ ആമേൻ ഇല പൊഴിയത്തില്ല, അത് പച്ച വെടിച്ചു തന്നെ നിൽക്കും. Everybody in the world will dry up, ആമേൻ, ലോകത്തിലുള്ളത് എല്ലാം വരണ്ടു പോകും, but you will be green. പക്ഷെ നീ പുഷ്ടിയോടെ നിൽക്കും. Amen. ആമേൻ. Always you'll be prosperous. നീ എല്ലായ്പ്പോഴും പുഷ്ടിയോടെ നിൽക്കും. Because God's life will be flowing into you. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്നിലേക്ക് ഒഴുകും. And when the drought comes, ആമേൻ, വരൾച്ച കടന്നു വരുമ്പോഴും God says you will have no worry. ആമേൻ, വചനം പറയുന്നു, നിനക്കൊരു പ്രശ്നവും വരത്തില്ല. You will have no worry. നിനക്കൊരു ബുദ്ധിമുട്ടും കടന്നു വരത്തില്ല. You'll be bearing fruit, bearing fruit, bearing fruit, bearing fruit. നീ ഫലം കായ്ച്ചു ഫലം കായ്ച്ചു ഫലം കായ്ച്ചു കൊണ്ട് തന്നെ ഇരിക്കും. Your children will be blessed. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. Your job will be blessed. നിന്റെ ആമേൻ ഉപജീവനം Your അനുഗ്രഹിക്കപ്പെടും. business will be blessed. നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. Your ministry will be നിന്റെ blessed. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടും. Outside there'll be drought for everybody, ചുറ്റുപാട് മൊത്തം വരൾച്ചയായിരിക്കാം, but you will bear fruit. പക്ഷെ നീ ഫലം കായ്ക്കും. This is God's justice for you. ഇതത്രേ ദൈവ മക്കൾക്കുള്ള ദൈവത്തിന്റെ ന്യായം. I pray this blessing upon you right now in Jesus' name. ഈ അനുഗ്രഹത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ ഞാൻ കൽപ്പിക്കുന്നു. Lord, send it to thy children. യേശുവേ, ഈ അനുഗ്രഹത്തെ ഈ ജനത്തിന്റെ മേൽ Living അയച്ചാലും waters, let it flow into them now. ദൈവത്തിന്റെ നദി ഒഴുകുകയാ. Let them bear fruit from today. ഫലം കായ്ക്കുന്ന അളവുകൾ വെളിപ്പെടുന്നു. Everything become green and prosperous in their life. പുഷ്ടി പ്രാപിക്കുകയാ In the lives of their children. യേശുവിന്റെ നാമത്തിൽ. In the lives of their children, let everything become prosperous. ഇവരുടെ തലമുറകളുടെ മേൽ ആ അനുഗ്രഹം വ്യാപരിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Would you say amen? ഉച്ചത്തിൽ പറയാം ആമേൻ. Thank you, Jesus. Thank you, Jesus. A few weeks ago, ചില ആഴ്ചകൾക്ക് മുൻപായി I was in Sri Lanka. ഞാൻ ശ്രീലങ്കയിലായിരുന്നു. As you know, we have 120 prayer towers of Jesus calls. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് 120-ൽ പരം പ്രയർ ടവറുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. And 24 hours we have calls coming in, lakhs of calls every month, and we pray for them immediately. 24 മണിക്കൂറും ആമേൻ ഒത്തിരി കോളുകൾ കടന്നു വരുന്നുണ്ട്. മാസത്തിൽ തന്നെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോളുകളാണ് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി പ്രയർ In ടവറുകളിൽ 13 കടന്നു വരുന്നത്. different languages the prayer tower is operating. 30-ൽ പരം ഭാഷകളിൽ ഞങ്ങളുടെ പ്രയർ ടവർ ഇന്ന് പ്രവർത്തിച്ചു And കൊണ്ടിരിക്കുകയാണ്. 120 prayer towers in 120 cities. 120 ആമേൻ നഗരങ്ങളിൽ 120 പ്രാർത്ഥനാ ഗോപുരങ്ങൾ. Every day people come for prayer. എല്ലാ ദിവസവും ജനങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരും. Jesus does miracles. ദൈവം അവർക്കൊക്കെ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. That is the calling of Jesus calls. അതത്രേ യേശു വിളിക്കുന്നു എന്ന ഈ സംഘടനയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന തിരഞ്ഞെടുപ്പ്. I went to one of the prayer towers ഞാൻ ഒരു പ്രയർ ടവറിൽ കഴിഞ്ഞ നാളുകൾ കടന്നുപോയി. in Sri Lanka. ശ്രീലങ്കയിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരത്തിൽ And a lady, a prayer intercessor who was praying for others, shared her testimony. അവിടെ പ്രാർത്ഥനാ സമയത്തിൽ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തൻ്റെ സാക്ഷ്യത്തെ പങ്കുവെച്ചു. She said, I have one son. ആ സ്ത്രീ ഇപ്രകാരമാ പറഞ്ഞത്, എനിക്ക് ഒരു മകനുണ്ട്. And he has got married. ആ മകൻ ആമേൻ കല്യാണം കഴിഞ്ഞു. One day when I was coming to the prayer tower, ഞാനൊരു ദിവസം പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് വരുന്ന സമയത്തിൽ suddenly my young son said, I'm not able to walk, mommy. പെട്ടെന്ന് തൻ്റെ മകൻ പറഞ്ഞു, അമ്മ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. A terrible weakness has come into my legs. ഒരു ഭയങ്കരമായ ബലഹീനത എൻ്റെ കാലിൽ വന്നിരിക്കുകയാ. I can't walk.
എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. Before my eyes, he fell down, she said. ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ മകൻ അവിടെ വീഴുവാനിടയായി. I tried my best. ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചു അവനെ പിടിച്ചു I could നിർത്താൻ. not help my son. പക്ഷെ എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. He could not walk. അവന് നടക്കാൻ കഴിഞ്ഞില്ല. The doctors could not find the reason. ഡോക്ടേഴ്സ് പല ചെക്കപ്പുകൾ നടത്തിയിട്ട് എന്താ കാരണമെന്ന് കണ്ടെത്തുവാൻ My കഴിഞ്ഞില്ല. heart was broken. എന്റെ ഹൃദയം കലങ്ങിപ്പോയി. I took care of him that day. ഞാൻ അവനെ എന്നെ കൊണ്ട് കഴിയുന്നില്ല ശുശ്രൂഷിച്ചു. I brought him back from the doctors. ഞാൻ ഡോക്ടറിന്റെ അടുക്കൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. The next day came. അടുത്ത ദിവസമായി I put him on the bed. ഞാൻ അവനെ കട്ടിലിൽ കിടത്തി. But then I said, എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. I know Jesus is waiting for me in the prayer tower. യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥനാ ഗോപുരത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ വെയിറ്റ് ചെയ്യുകയാ. I have to go and pray to him for other people's tears to be wiped away. ഞാൻ പ്രാർത്ഥനാ ഗോപുരത്തിൽ പോയി അവിടെ കടന്നു വരുന്ന കണ്ണുനീരോടെ കടന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്റെ ജോലി, എന്റെ ഉത്തരവാദിത്തമാ. My son is sick, he cannot walk. എന്റെ മകൻ ഇവിടെ അവൻ നടക്കാൻ പോലും കഴിയാതെ രോഗിയായി കിടക്കുകയാ. But just sitting by his side, I cannot make him walk. പക്ഷെ അവന്റെ അടുത്ത് ഇരുന്നു എന്ന് പറഞ്ഞ് അവനെ എനിക്ക് നടത്തിക്കാൻ കഴിയില്ല. Let me go to the prayer tower. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ Pray ഗോപുരത്തിലേക്ക് for ഞാൻ somebody പോകും. else's son to walk. ഞാൻ മറ്റു പലരുടെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. For somebody else to have a child. മറ്റു കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ For പ്രാർത്ഥിക്കാൻ somebody else to പോവുകയാ. be saved. മറ്റുള്ളവർ രക്ഷ പ്രാപിക്കണം. Let me go to the prayer tower and pray for somebody else. ഞാൻ പ്രാർത്ഥനാ ഗോപുരത്തിലായി പോയി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. Every day she started coming to the prayer tower after taking care of his son. ഓരോ ദിവസവും അവളുടെ മകനെ ശുശ്രൂഷിച്ചിട്ട് അവൾ മുടക്കമില്ലാതെ പ്രാർത്ഥനാ ഗോപുരത്തിൽ വരാൻ തുടങ്ങി. Prayed with tears for somebody else. അവൾ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Hiding her sorrows. അവളുടെ ദുഃഖങ്ങളൊക്കെ അവൾ ഉള്ളിൽ ഒതുക്കി. Years passed. വർഷങ്ങൾ കഴിഞ്ഞു. After some time, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ one day when she went home from the prayer tower, ഒരു ദിവസം അവൾ പ്രാർത്ഥനാ ഗോപുരത്തിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ the son called her. ആ സ്ത്രീയുടെ മകൻ ആ സ്ത്രീയെ വിളിച്ചു. Mommy, അമ്മ, look at my legs. എന്റെ കാല് നോക്കിയേ, They are beginning to move. അത് അനങ്ങാൻ തുടങ്ങി. I'm able to move my legs. എനിക്ക് എന്റെ കാലിപ്പം അനക്കാൻ പറ്റുന്നുണ്ട്. Help me, mommy. എന്നെ ഒന്ന് സഹായിക്കമ്മ. She lifted him. അമ്മ ആ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. And he said, I can stand now. അമ്മ, എനിക്കിപ്പോ നിൽക്കാൻ കഴിയുന്നു. And he began to walk. അവൻ നടക്കാൻ തുടങ്ങി. 100% healed. അവൻ 100% സൗഖ്യം By പ്രാപിച്ചു. the power of the Holy Spirit. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. Amen. ആമേൻ. Amen. ആമേൻ. God will do it for you and your children. ഇതേ അത്ഭുതം നിങ്ങൾക്കായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായും ദൈവം ചെയ്യും. In the midst of all your suffering, നിങ്ങളുടെ കഷ്ടതകളുടെ നടുവിലും have you been witnessing about Jesus? ആമേൻ, നിങ്ങൾ യേശുവിനായി കാത്തിരിക്കുകയാണോ? Have you been serving the people in the name of Jesus? നിങ്ങൾ യേശുവിന് വേണ്ടിയിട്ട് നീ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? God will make your son to walk, ആമേൻ, നിന്റെ തലമുറകളെ ദൈവം വഴി നടത്തും. your daughter to walk. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം വഴി നടത്തും. They will rise up to high places. അവർ ഉയർച്ച പ്രാപിക്കും. God will do justice for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി നീതി പാലിക്കും. God will do justice for you. ദൈവം നിങ്ങൾക്ക് നീതി പാലിക്കും. And her daughter-in-law, ഈ സ്ത്രീയുടെ തന്നെ മരുമകളും she was fighting with her because of the suffering of her husband. അവളുടെ ഈ ഹസ്ബൻഡിന്റെ ഈ ഒരു സ്ഥിതി കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെടുകയായിരുന്നു. തന്റെ Yeah, she മരുമകൾ. was fighting with the prayer intercessor. മരുമകളും അവൾ പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുകയായിരുന്നു. But one day when she came home from the prayer tower, ഒരു ദിവസം അവളും prayer tower-ൽ നിന്ന് തിരികെ വന്നപ്പോൾ she also came and wept and hugged her. ആമേൻ, അവൻ കണ്ണുനീരോടെ കെട്ടിപ്പിടിച്ചു. She said, I'm sorry, mommy. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, സോറി അമ്മ, I've been fighting with you. ഞാൻ അമ്മയെ നിന്നോട് എപ്പോഴും ശണ്ടയിടുമായിരുന്നു. Some spirit left me today. ഇന്ന് ഞാൻ പ്രാർത്ഥന ഗോപുരത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നിൽ നിന്ന് എന്തോ ഒരു ദുരാത്മാവ് വെളിപ്പോയത് ഞാൻ അനുഭവപ്പെട്ടു. ഇപ്പോൾ എനിക്ക് സ്നേഹമാണ് അമ്മായി You're അമ്മേ. not my mother-in-law, you are my mother from now ഇനി on. മുതൽ നിങ്ങൾ എന്റെ അമ്മായി അമ്മയല്ല, നിങ്ങൾ എന്റെ അമ്മയാണ്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Jesus will do justice for you. ദൈവം നിങ്ങൾക്കായി നീതി പാലിക്കും. The family members of Jesus cast him out when he was in the ministry.
യേശു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ യേശുവിനെ പോലും യേശുവിന്റെ കുടുംബാംഗങ്ങൾ പുറത്താക്കി. And they said, go and become famous. That's why you're doing the miracles. നീ പോയി ഫേമസ് ആയിക്കോ, അതിനല്ലേ നീ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. Nobody loved him. ആരും യേശുവിനെ സ്നേഹിച്ചിരുന്നില്ല. His own brothers and sisters doubted him. യേശുവിന്റെ സ്വന്തം സഹോദരങ്ങൾ പോലും തന്നെ സംശയിച്ചു. Today Jesus has millions and billions of brothers and sisters. ഇന്ന് യേശുവിന് കോടിക്കണക്കിന് സഹോദരങ്ങളുണ്ട്. Today billions of children love him. കോടിക്കണക്കിന് വ്യക്തികൾ യേശുവിനെ സ്നേഹിക്കുന്നു. And you love Jesus. നിങ്ങളും യേശുവിനെ സ്നേഹിക്കുന്നു. God will make it happen for you. യേശു നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു അനുഭവം God നൽകും. will make it happen for you. ദൈവം നിങ്ങൾക്ക് ഇതൊരു യാഥാർത്ഥ്യമാക്കി Jesus തരുമെന്ന്. says, I will do justice ദൈവം നിങ്ങൾക്കായി ന്യായം നൽകുന്നു യേശു പറയുന്നു. because you have served me faithfully. കാരണം നിങ്ങൾ വിശ്വസ്തദാസന്മാരായി എന്റെ അടുക്കലായിരുന്നു. The Bible says, വചനം ഇങ്ങനെ പറയുന്നു. in fact Jesus says, യേശു പറയുന്നു. Luke 18:7 and 8, ലൂക്കോസ് 18:7-8 വാക്യങ്ങൾ. for those who call upon the name of Jesus night and day, യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും the Lord will be long suffering. ആമേൻ. നിങ്ങൾ ആർക്കെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടോ കഷ്ടതയുണ്ടെങ്കിൽ But then the Lord will do justice. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം പാലിക്കുമെന്ന്. And he will do justice very quickly. ദൈവം നിങ്ങൾക്കായിട്ട് വേഗത്തിൽ ന്യായം പാലിക്കുമെന്ന്. He will do it quickly. വേഗത്തിൽ ചെയ്യും. Are you calling on the name of Jesus night and day? നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണോ? Every time a problem comes, you say, Jesus. നിങ്ങൾ എവിടെയൊക്കെ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നു അവിടെയൊക്കെ യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുന്നവരാണോ? And when problems come, you are praying for others in the name of Jesus. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? God will do justice for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം പാലിക്കും. What is the justice he will do? എന്ത് തരത്തിലുള്ള ന്യായമാണ് യേശു ചെയ്യുന്നതെന്ന് അറിയാവോ? There was a woman who was praying night and day in the temple. വചനത്തിൽ നോക്കുമ്പോൾ രാവും പകലൊന്നുമില്ലാതെ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. Luke 2 and verse 37. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം Her നോക്കുമ്പോൾ name was Anna. അവളുടെ പേര് ഹന്ന എന്നായിരുന്നു. Anna was praying night and day in the temple. ഹന്ന രാവിലെയും പകലും ആമേൻ പള്ളി പോയി She was പ്രാർത്ഥിക്കുമായിരുന്നു. 84 years old. അവള് 84 വയസ്സ് And പ്രായമുള്ളവരായിരുന്നു. she lived with her husband only for 7 years. അവളുടെ ഭർത്താവുമായിട്ട് 7 വർഷം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. After that she came to the temple of God. അത് കഴിഞ്ഞിട്ട് അവൾ ഓടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. She was praying night and day. അവള് രാവും പകലും പ്രാർത്ഥിക്കുകയായിരുന്നു. Fasting. ഉപവസിക്കുകയായിരുന്നു. Fasting. ഉപവസിച്ചു. And she was all the time communicating with God. എപ്പോഴും അവൾ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവളായിരുന്നു. Thanking God, thanking God, thanking God. എപ്പോഴും അവൾ യേശുവിന് നന്ദി കൊടുത്ത് ദൈവസന്നിധിയിലായിരുന്നു. Maybe you have been such a person. നിങ്ങളും ഇത്തരത്തിലുള്ള ഒരാളായിരിക്കാം. Spending all your time with the Lord. നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ സമയം Even while ചെലവിടുന്നവരായിരിക്കാം. doing your job, you're thinking about the Lord and being filled with the Spirit. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും യേശുവേ എന്നുള്ളൊരു ചിന്തയോടുകൂടെ ദൈവാത്മാവിൽ നിറഞ്ഞായിരിക്കും നിങ്ങൾ ജോലികൾ ചെയ്യുന്നത്. While cooking, you may be thinking about the Lord and singing and praising God. നിങ്ങൾ പാചകം ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കാം പാചകം ചെയ്യുന്നത്. Even when problems come, you have been praying and you have been praising the Lord. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. What is the justice God did to Anna, a 84-year-old widow? ആന എന്ന് പറയുന്ന ഈ 84 വയസ്സുള്ള ഈ വിധവയായ സ്ത്രീക്ക് വേണ്ടി എന്താണോ യേശു ചെയ്തത്? The Holy Spirit gave her the revelation about the coming of Jesus. ആമേൻ. എന്താന്ന് കേൾക്കണമോ? അവൾക്കായി ദൈവം ചെയ്തത് മറ്റൊന്നുമല്ല, യേശുവിന്റെ രണ്ടാം വരവെന്ന് പറയുന്ന ആ മഹാകാര്യം പരിശുദ്ധാത്മാവ് അവൾക്ക് വെളിപ്പെടുത്തി നൽകി. And she said, അവൾ ഇപ്രകാരം പറഞ്ഞു, God will come down in the form of a little baby. ആമേൻ. യേശു ആമേൻ ഒരു ചെറിയ ശിശുവിന്റെ രൂപത്തിൽ കടന്നു വരും ദൈവം. And they will bring that baby into the temple. ആ ദൈവത്തിന്റെ ആമേൻ ആ ശിശുവിനെ അവർ ആമേൻ ദൈവാലയത്തിൽ കൊണ്ടുവരും. And he will be the savior of the world. ആ കുഞ്ഞ് ഈ ലോകത്തിന്റെ രക്ഷിതാവായി തീരും. Yes, God did not give that revelation to anybody else. ഈ ഒരു വെളിപ്പാട് വേറെ ആർക്കും ദൈവം കൊടുത്തില്ല. Only to that widow. ഈ വിധവയായ സ്ത്രീക്ക് മാത്രം.
who was crying to God night and day. അവളെ ദൈവസന്നിധിയിൽ രാവും പകലും കരയുന്നവളായിരുന്നു. He did not give it to the chief priests. ആമേൻ. ദൈവ മഹാപുരോഹിതൻ ഈ വെളിപ്പാട് നൽകിയില്ല. He did not give it to any other prophet. ദൈവം ഒരു പ്രവാചകന്മാർക്കും ഈ വെളിപ്പാട് നൽകിയില്ല. But a simple lady ഒരു സാധാരണക്കാരി, ഒരു സ്ത്രീ, whose heart was knit with God. അവളുടെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നിരിക്കുകയായിരുന്നു. God will give you the same grace. അവളുടെ മേൽ നൽകിയ അതേ കൃപ ദൈവം നിങ്ങളുടെ മേലും നൽകും. God will show you his decision and his plan for the second coming of Jesus Christ. ആർക്കും വെളിപ്പെടാത്തതായിട്ടുള്ള അവൻ കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റിയുള്ള ചില തീരുമാനങ്ങളും ചില പദ്ധതികൾ നിങ്ങളിൽ പലരുടെ ഉള്ളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുമെന്ന്. For the second coming of Jesus Christ, യേശുവിന്റെ രണ്ടാം വരവിനായിട്ട് Jesus says യേശു ഇങ്ങനെ പറയുന്നു. in Revelation 10, 7th verse and 11th verse. വെളിപ്പാട് പുസ്തകം അവൻ 7ഉം 11ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ There you see the Lord saying, അവിടെ വചനം ഇങ്ങനെ പറയുന്നു. you will prophesy again. അവൻ നീ വീണ്ടും പ്രവചിക്കും. Before the seventh angel blows the trumpet and the second coming of Jesus happens. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുന്നതിന് മുൻപായി തന്നെ നീ പ്രവചിക്കുക. Before the mystery is revealed, ആമേൻ ആമേൻ. ഒളിഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുന്നതിന് മുൻപ് you will prophesy to kings. നീ രാജാക്കന്മാരോട് പ്രവചിക്കും. You will prophesy to nations. നീ രാജ്യങ്ങളോട് പ്രവചിക്കും. You will prophesy to peoples. നീ ജനത്തിനോട് പ്രവചിക്കും. And you will prophesy to the servants of God. നീ ദൈവിക വേലക്കാരോട് പ്രവചിക്കും. It says languages, that means the servants of God. ആമേൻ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഭാഷകൾ, അതിനർത്ഥം ദൈവത്തിന്റെ വേലക്കാരെന്നത്രേ. You will prepare the servants of God for the second coming of Jesus. ആമേൻ. നിങ്ങളിൽ പലരും പല ദൈവ വേലക്കാരെ ഒരുക്കുവാനിടയായി തീരും. You will prepare the kings to prepare the nation for the second coming of Jesus Christ. നിങ്ങൾ പല രാജാക്കന്മാരെ യേശുവിന്റെ രണ്ടാം വരവിനായിട്ട് ഒരുക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. You will prepare the people like Jonah to prepare them for the second coming of Jesus. ആമേൻ. നിങ്ങൾ പലരും യോനായുടെ ജനത്തെ ആമേൻ ആമേൻ ഒരുക്കിയതുപോലെ നിങ്ങൾ പലരും ഒരുക്കും ജനത്തെ. The God of Daniel will come upon you. ആമേൻ. ദാനിയേലിന്റെ ദൈവം നിങ്ങളുടെ മേൽ കടന്നു വരും. You will have the wisdom to tell the world this is what is going to happen in the world. Prepare for the second coming of Jesus. ലോകത്തോട് ഇത്തരത്തിലുള്ള ചില മർമ്മങ്ങൾ വിളിച്ചു പറയാനുള്ള ജ്ഞാനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവായി അയക്കുമെന്ന്. Today you are afraid of kings. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് നേതാക്കന്മാരെ രാജാക്കന്മാരെ ഭയക്കുന്നുണ്ടായിരിക്കാം. Today you are afraid of the peoples. നിങ്ങൾ ജനത്തെ ഭയക്കുന്നവരായിരിക്കും. You are afraid of the nation. ആമേൻ. നിങ്ങൾ രാജ്യങ്ങളെ You are ഭയക്കുന്നവരായിരിക്കും. afraid of other servants of God. ആമേൻ. നിങ്ങൾ മറ്റ് ശുശ്രൂഷകരുടെ മുമ്പിൽ ഭയത്തോടെ But നിൽക്കുന്നവരായിരിക്കും. when God gives you a prophecy like Anna, പക്ഷേ ദൈവം ഉണ്ടല്ലോ ആമേൻ പ്രവചനത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നൽകുമ്പോൾ you will go with boldness and power. നിങ്ങൾ ധൈര്യത്തിലും ശക്തിയിലും നീങ്ങാൻ തുടങ്ങും. You will go with the power of God. നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയിൽ സഞ്ചരിക്കാൻ And you തുടങ്ങും. will say, this is what will happen to India. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും, ഇതത്ര ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത്. And the Prime Minister will open his door. ആമേൻ. പ്രധാനമന്ത്രി നിങ്ങൾക്ക് മുമ്പിൽ കഥകൾ State ministers will open their door. ഓ സംസ്ഥാനത്തിലെ മന്ത്രിമാർ നിങ്ങളുടെ മുമ്പിൽ വാതിലുകളെ തുറക്കും. And salvation will come to the nation. രക്ഷ ഈ രാജ്യത്തിന്റെ മേൽ കടന്നു വരും. This is how a revival comes into the nation. ഇതാ ഇപ്രകാരം അത്ര ഉണർവ് രാജ്യത്തിന്റെ മേൽ കടന്നു വരാൻ പോകുന്ന വിധം. Yes, such a revival is coming. അത്തരത്തിലുള്ള ഒരു ഉണർവ് രാജ്യത്തിൽ വരാൻ പോകുകയാണ്. Prophesy to kings, nations, peoples and languages. രാജ്യങ്ങളോടും രാജാക്കന്മാരോടും ദേശങ്ങളോടും രാജ്യങ്ങളോടും പ്രവചിക്കാനുള്ള ശക്തി. When you prophesy, നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ when God speaks to you about the nation, ആമേൻ ദൈവം നിങ്ങളോട് രാജ്യങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. when you send that prayer to God saying, Lord, fulfill this which is your will. നിങ്ങൾ ദൈവത്തോട് ഇത് കേട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ Revelation 8:3-5. ആമേൻ വെളിപ്പാട് 8 ആമേൻ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ Your prayers goes as an incense to God. ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന ഒരു സുഗന്ധം പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകും. Your prayer will not be a nuisance, it will be an incense to God. നിങ്ങളുടെ പ്രാർത്ഥന ഒരു അരോചകരമായ ഒരു സംഭവമായി തീരത്തിൽ അതൊരു സുഗന്ധമായി തീരാൻ പോകുകയാണ്. Every prophetic prayer that is offered by the people goes as an incense to God.
നിങ്ങൾ പ്രവചനാത്മാവിനാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, അത് സുഗന്ധമാകാൻ പോവുകയാ. And it goes to heaven അത് സ്വർഗത്തിൽ എത്താൻ പോവുകയാ. and mixes with the altar, the blood in the altar before the throne of Jesus. അവൻ യേശുവിന്റെ സന്നിധിയിലുള്ള അവൻ യാഗപീഠത്തിന്റെ അവിടെ വരെ എത്തിത്തീരും നിങ്ങളുടെ സുഗന്ധം. Your prayers and the blood of Jesus unites. ആമേൻ. അവിടെ ആ യാഗപീഠത്തിൽ ഒഴുകുന്ന ക്രിസ്തുവിന്റെ രക്തവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒന്നായി തീരുവാനിടയാകും. And it becomes a fire. അത് പിന്നെ ഒരു തീയായി പടരും. Fire. തീയായി തീരും. And the angel takes that fire ഓ ദൈവദൂതന്മാർ ആ തീ പിന്നെ എടുക്കും. and throws it upon the earth. അത് ഈ ഭൂമിയിലേക്ക് അയക്കും. And the answer of the Lord comes as a fire upon the earth. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഒരു തീയായി ഭൂമിയിൽ കടന്നു വരും. That is going to be your prayer from today. ഇത്തരത്തിലാകാൻ പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. As God fills you with a prophetic anointing. ദൈവം നിങ്ങളെ പ്രവചനത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുകയാ. That is called the fire anointing. അതത്രേ അഗ്നി അഭിഷേകം എന്ന് വിളിക്കപ്പെടുന്നത്. Fire anointing is not just jumping up and down. ഓ അഗ്നി അഭിഷേകം എന്ന് വെറുതെ ചാടുന്നത് മാത്രമല്ല, It is prophesying God's plan. അത് ദൈവത്തിന്റെ പദ്ധതികളെ മൂർച്ചയുള്ള വാൾ പോലെ വിളിച്ചു പറയുന്നത്. And your prophetic prayer and the blood of Jesus, which is speaking good things, unite. നിങ്ങളുടെ പ്രവചനാത്മാവിനാലുള്ള പ്രാർത്ഥനയും യേശുവിന്റെ രക്തം ഒരുമിച്ച് ചേരുന്നത് അത്രേ അത്. And the answer comes as a fire. ആമേൻ. അപ്രകാരം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം ഒരു തീയായി കടന്നു വരും. Today God wants to make you that prophet. നിങ്ങളെ പലരെയും ദൈവം ഇത്തരത്തിലുള്ള ഒരു God wants to make you that prophetess. ദൈവം നിങ്ങളെ പ്രവാചകകളാക്കുവാൻ To bring ആഗ്രഹിക്കുകയാണ്. God's will upon the nation of India. ദൈവത്തിന്റെ ഹിതം ഇന്ത്യ മഹാരാജ്യത്തിൽ കൊണ്ടുവരാൻ. Sitting right here, you can prophesy to the kings. യേശു ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചില രാജാക്കന്മാരോടുള്ള പ്രവചിക്കാനുള്ള പ്രവചനാത്മാവ് നിങ്ങൾ കടന്നു വരുന്നു. God wakes me up early in the morning. ആമേൻ. എന്നെ ദൈവം രാവിലെ 3 മണിക്ക് എഴുന്നേൽപ്പിക്കാറുണ്ട്. And after I read the Bible, ഞാൻ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചതിന് ശേഷം through the word of God, He cleanses me every day. എന്നെ ആ വചനത്തെ ഉപയോഗിച്ച് ദൈവം എന്നെ പണിയാറുണ്ട്. And then the Holy Spirit will speak to me. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. Sometimes He will tell me, ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പറയും, go to the Prime Minister പ്രധാനമന്ത്രിയുടെ അടുക്കൽ പോ, and tell him these things will happen. എന്നിട്ട് പറ ഇതൊക്കെ സംഭവിക്കാൻ പോവാന്ന്. When I say I have to meet the Prime Minister, എനിക്ക് പ്രധാനമന്ത്രിയെ കാണണമെന്ന് ഞാൻ പറയുമ്പോൾ next day He will call me. അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി എന്നെ വിളിച്ചിരിക്കും. Or a chief minister. അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ എങ്കിലും എന്നെ Because I don't വിളിച്ചിരിക്കും. go for my favor. കാരണം ഞാൻ പോകുന്നത് എന്റെ കാര്യം നടത്താനല്ല. I carry the word of God. ഞാൻ ദൈവത്തിന്റെ വചനമാ കൊണ്ട് നടക്കുന്നേ. And I carry it to Him. ഞാൻ അത് ദൈവത്തിന്റെ ആ വചനമാ അവരുടെ അടുക്കലേക്ക് I കൊണ്ടെത്തിക്കുന്നേ. have seen them receiving it with all reverence. ഞാൻ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് ഞാൻ ഇത് പറയുന്നേ. Same word of God for the people. ഇതേ ദൈവത്തിന്റെ വചനം ജനത്തിന് വേണ്ടി. For other servants of God, the word of God comes ആമേൻ. ഹല്ലേലൂയ. മറ്റ് ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയോ as a prophetic utterance. ആമേൻ. ഒരു പ്രവചനത്തിന്റെ അതിലുള്ള വരത്തിലൂടെ. And all these prophecies are to bring Jesus Christ back again as the King of Kings and the righteous judge into the world. ആ പ്രവചനത്തിൻ്റെതായിട്ടുള്ള വരത്തിലൂടെ നിങ്ങളിലേക്ക് പുറത്തു വരിക എന്തിനാണെന്നറിയാവോ? ദൈവത്തിന്റെ ന്യായവിധി യേശുവിന്റെ രണ്ടാം വരവിങ്കൽ അവൻ നിത്യതയെ പറ്റിയുള്ള ചിലതൊക്കെ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഉപയോഗിക്കും. Amen. ആമേൻ. Not only He will do justice for you on earth, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദൈവം ന്യായം but പാലിക്കുന്നത്. with the prophetic power, He will make you bring Him back as the righteous judge. ആമേൻ. നിങ്ങളിൽ വ്യാപരിക്കുന്ന പ്രവചനത്തിന്റെ ശക്തിയിലൂടെ ദൈവ ലോകത്തിന് ന്യായം വലിക്കുവാൻ തക്കവണ്ണം നീതിയുടെ ഒരു ന്യായാധിപനായി യേശുവിൻ്റെതായിട്ടുള്ള ശക്തിയെ വെളിപ്പെടുത്തും. God will use you for that. ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കും. God will use you for that. ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കും. I pronounce this power of God upon everyone here. ഞാൻ ഈ ദൈവത്തിന്റെ ശക്തിയെ ഇവിടെ ആയിരിക്കുന്ന സകലരുടെ പേരുടെ മേലും ഞാൻ കൽപ്പിക്കുന്നു. Today God is transforming you to become a prophet, a prophetess of God. ഇന്ന് പകൽക്കാലം ദൈവം പലതിനെയും ചിലതിനെയൊക്കെ അവൻ പ്രവാചകന്മാരായി അവൻ രൂപാന്തരപ്പെടുത്തുകയാ. And to bring back Jesus as the righteous judge. യേശുവിനെ ആമേൻ രണ്ടാം വരവിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഒരു ന്യായാധിപനായിട്ട് സ്വാഗതം ചെയ്യാൻ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാ. How many of you want this grace? എത്ര പേർക്ക് ഈ കൃപ പ്രാപിക്കാൻ Will you ആഗ്രഹമുണ്ട്? stand up wherever you are ആമേൻ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ചാടി എഴുന്നേൽക്കാവോ? and cry to God? ആമേൻ. ദൈവത്തോട് നിലവിളിയോട് പ്രാർത്ഥിച്ചാട്ടെ. Jesus. യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. Say,
Lord, പറഞ്ഞാട്ടെ, യേശുവേ fill me with thy Holy Spirit. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറച്ചാലോ. Fill me with the prophetic anointing. ഓ, എന്നെ പ്രവചനത്തിന്റെ ആത്മാവിനാൽ നിറച്ചാലോ. Lord, I want to prophesy എനിക്ക് പ്രവചിക്കണം, to bring you as the righteous judge into the world. അങ്ങേ ഈ ലോകത്തിന്റെ നീതിയുടെ ന്യായാധിപനായി മടക്കി കൊണ്ടുവരാൻ തക്കവണ്ണം എന്നെ അഭിഷേകം ചെയ്താലോ. There is unrighteousness everywhere. ഈ ലോകത്തിന്റെ എല്ലായിടത്തും ഇന്ന് അന്യായമാണ് പിതാവേ. Lord, I need you. കർത്താവ്, ഞങ്ങൾക്ക് അങ്ങേ വേണം. I want to prepare India for the second coming of Jesus. എനിക്ക് ഇന്ത്യയെ യേശുവിന്റെ രണ്ടാം വരവിനായി ഒരുക്കണം. Give me grace. എനിക്ക് കൃപയെ തന്നാലും. Cry out right now. ആമേൻ. നിലവിളിച്ചാട്ടെ. Cry out right now. ആമേൻ. ശബ്ദമുയർത്തി The പ്രാർത്ഥിച്ചാട്ടെ. prophetic anointing of Jesus is coming upon you. പ്രവചനത്തിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. Is coming right now. ഇപ്പോൾ കടന്നു വരുന്നു. Is coming right now. ഇപ്പോൾ വന്നു വീഴുന്നു. Thank you, Jesus. നന്ദി യേശുവേ.